വിലയ്ക്ക് വാങ്ങി സ്വന്തമാക്കിയവയൊന്നും നഷ്ടപ്പെട്ടു പോകുവാൻ നാം ആരും ആഗ്രഹിക്കാറില്ല. കാരണം നമ്മുടെ അധ്വാനം കൊണ്ട്, പ്രയത്നം കൊണ്ട് നാം സ്വന്തമാക്കിയവയാണ് അവയെല്ലാം. ഇടയനായ ഈശോ തൻ്റെ അമൂല്യമായ ജീവൻ കൊടുത്ത് സ്വന്തമാക്കിയവരാണ് നാം ഓരോരുത്തരും. ആയതിനാൽ നാം നഷ്ടപ്പെട്ടു പോകുവാൻ ഈശോ ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ അവൻ്റെ സ്നേഹത്തിൽ നാം എന്നെന്നും നിലനിൽക്കുന്നതിന് വേണ്ടി, നാം നഷ്ടപ്പെട്ടു പോകാതിരിക്കുന്നതിന് വേണ്ടി, നാം നശിച്ചു പോകാതിരിക്കുന്നതിന് വേണ്ടി ഈശോ നമുക്ക് വലിയ ദാനമായി തന്ന സമ്മാനമാണ് പൗരോഹിത്യം. തിരുസഭയുടെ മതബോധന ഗ്രന്ഥം ഇപ്രകാരം പറയുന്നുണ്ട്: ക്രിസ്തു തൻ്റെ അപ്പോസ്തലന്മാരെ ഭരമേൽപ്പിച്ച ദൗത്യം തിരുസഭയിൽ നിർവഹിക്കപ്പെടുന്നത് തിരുപ്പട്ട കൂദാശയിലൂടെയാണ് എന്ന്. യുഗാന്ത്യം വരെ സഭയെ നയിക്കുവാൻ അജപാലകരെ എവിടെ നിന്ന് എന്തിനു വേണ്ടി തിരഞ്ഞെടുക്കണമെന്ന് വിശുദ്ധനായ പൗലോസ്ലീഹ ഹെബ്രായർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായം 1-ാം വാക്യത്തിൽ വളരെ വ്യക്തമായി വിവരിക്കുന്നുണ്ട്. ജനങ്ങളിൽ നിന്ന് ജനങ്ങൾക്ക് വേണ്ടി തിരഞ്ഞെടുക്കപ്പെടുന്ന പ്രധാന പുരോഹിതൻ ദൈവിക കാര്യങ്ങൾക്ക് വേണ്ടി നിയോഗിക്കപ്പെടുന്നത് പാപപരിഹാര ബലികളും കാഴ്ചകളും അർപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അവൻ തന്നെ ബലഹീനനായതുകൊണ്ട് അജ്ഞരോടും വഴിതെറ്റിയവരോടും വേണ്ടത്ര സഹതാപത്തോടെ പെരുമാറാൻ കഴിയുമെന്ന് വചനം ഇവിടെ പറഞ്ഞു വെക്കുകയാണ്. ഈ പുരോഹിത ശുശ്രൂഷയുടെ മഹിമ തിരിച്ചറിഞ്ഞ് ദൈവത്തിൻ്റെ വിളി കേട്ട് കടന്നു വരുന്ന വൈദിക വിദ്യാർത്ഥികൾ ഈ ലോകത്തിൽ ദൈവത്തിൻ്റെ സാന്നിധ്യം വിളിച്ചോതുകയാണ്. പ്രത്യേകിച്ചും വ്യത്യസ്ത ജീവിതാന്തസ്സിലേക്ക് ചേക്കേറിയിട്ടും ഈ ദൈവവിളിയിലേക്ക് ആകർഷിക്കപ്പെടുന്നവർ ഒരു അത്ഭുതമാണ്. ദൈവത്തിൻ്റെ ഈ അത്ഭുത ഇടപെടലിനെ നാം അടുത്തറിയുകയാണ് ഈ മണിക്കൂറിൽ. പൗരോഹിത്യത്തിലേക്കുള്ള തൻ്റെ യാത്രയിൽ അനേകർ തടസ്സമായി നിന്നപ്പോഴും തൻ്റെ കൂടെ നടക്കുന്നവൻ്റെ കൂടെ തനിക്കും നടക്കണമെന്ന നിശ്ചയദാർഢ്യം കൈമുതലാക്കിയ ഒരു സെമിനാരിക്കാരൻ താൻ അനുഭവിച്ച ദൈവിക സാന്നിധ്യം നമ്മോട് പങ്കുവയ്ക്കുന്നു. ഈശോ മിശിഹായ്ക്ക് സ്തുതി. ഞാൻ തോമസ് ആലങ്കൽ, കൊച്ചി രൂപതയ്ക്ക് വേണ്ടി 3-ാം വർഷ ദൈവശാസ്ത്ര വിദ്യാർത്ഥിയായിട്ട് ഈ പേപ്പൽ സെമിനാരിയിൽ പഠിക്കുന്നു. എന്നെ സംബന്ധിച്ച് വൈദിക വൃത്തിയിലേക്കുള്ള കടന്നുവരവ് ഒരു ഗ്രാജുവൽ പ്രോസസ്സായിരുന്നു. പഠിച്ചത് എൻജിനീയറിംഗ് ആണ്. അതിനുശേഷം 8-9 വർഷക്കാലം ജോലി ചെയ്തു. ഒരു അർദ്ധ സർക്കാർ സ്ഥാപനത്തിൽ അസിസ്റ്റൻറ്റ് പ്രൊഫസർ തസ്തികയിലാണ് ഞാൻ ജോലി ചെയ്തിരുന്നത്. സ്കൂളിൽ പഠിക്കുന്ന കാലഘട്ടത്തിൽ ഇങ്ങനെ ഒരു ചിന്ത എന്നിൽ ഉണ്ടായിരുന്നില്ല. എൻജിനീയറിംഗ് അവസാന വർഷം ആയ സമയത്ത് ഞങ്ങളുടെ നേതൃത്വത്തിൽ ഒരു പ്രൊഫഷണൽസ് ടു മിഷൻ എന്ന് പറയുന്ന ഒരു പ്രോജക്റ്റ് ഞങ്ങൾ ചെയ്തു. അത് ജീസസ് യൂത്തിൻ്റെ പ്രൊഫഷണൽസ് മിനിസ്ട്രിയുമായി ബന്ധപ്പെട്ടാണ് അത് ചെയ്തത്. അന്ന് അതിലെനിക്ക് പോകാൻ സാധിച്ചില്ല. ആ ട്രെയിനിങ്ങിൽ ഞാൻ കൂടി ഭാഗമായ ഒരു ട്രെയിനിങ് ആയിരുന്നുവെങ്കിലും മിഷൻ പ്രദേശങ്ങളിലേക്ക് യാത്രയായത് എൻ്റെ ഒപ്പം ഉണ്ടായിരുന്ന മറ്റു 11 പേരാണ്. അവരിൽ ഒരാൾ എൻ്റെ കൂടെ തന്നെ പഠിച്ച റൂബിൾ മാർട്ടിനാണ്. റൂബിൾ ഇന്ന് ഈശോ സഭയിൽ കേരള പ്രോവിൻസിലെ ഒരു പുരോഹിതനായിട്ട് മാറിയിട്ടുണ്ട്. അങ്ങനെ എൻ്റെ ഒപ്പം ഉണ്ടായിരുന്ന പലരും വൈദിക വൃത്തിയിലേക്ക് തിരിഞ്ഞു. അവർ കോൺഗ്രിഗേഷനിലും രൂപതകളിലുമൊക്കെയായി വിവിധ മേഖലകളിൽ പുരോഹിതരായിട്ട് തന്നെ സേവനം ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ അന്ന് അവർക്ക് മിഷന് പോകാൻ സാധിച്ചു, എനിക്ക് മിഷന് പോകാൻ സാധിച്ചില്ല. അന്ന് എന്നെ ആശ്വസിപ്പിച്ചിരുന്നവർ പറഞ്ഞത്, നിൻ്റെ വിളി ഒരു പെർമനൻ്റ് മിഷനാണ്, അത് ഒരുപക്ഷെ ദൈവം കാലക്രമേണ അത് തെളിയിച്ചു തരും. അത് സാവകാശം ഞാൻ തിരിച്ചറിയുകയായിരുന്നു. അത് അവർ പോയി അവർ നേരിട്ട് അനുഭവിച്ച കാര്യങ്ങൾ പങ്കുവച്ചതുമൊക്കെ എന്നെ വളരെയേറെ സ്വാധീനിക്കുകയും സ്വാംശീകരിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. എൻജിനീയറിംഗ് പഠിച്ചുകൊണ്ടിരുന്ന കാലഘട്ടത്തിൽ ആലപ്പുഴ രൂപതയുടെ ഇന്നത്തെ മെത്രാൻ ജെയിംസ് ആനാപറമ്പിൽ പിതാവും അന്ന് അദ്ദേഹം കാർമൽഗിരിയിൽ പഠിപ്പിക്കുകയായിരുന്നു. അങ്ങനെയുള്ള കുറേ നല്ല വൈദികരുടെ സമ്പർക്കവും സാന്നിധ്യവും എന്നിലെ ആത്മീയ മനുഷ്യനെ ഉണർത്തുവാൻ
വളരെയേറെ സഹായം ചെയ്തിട്ടുണ്ട്. പഠിച്ചിരുന്നതിന് ശേഷം ജോലി ചെയ്തിരുന്ന കാലഘട്ടത്തിലാണെങ്കിലും രൂപതയുടെ കാറ്റഗറ്റിക്കൽ ഡിപ്പാർട്ട്മെൻറ്റുമായിട്ടും പിന്നെ KCBC ബൈബിൾ കമ്മീഷന് വേണ്ടിയുമൊക്കെ പല കാര്യങ്ങളിലും പല പ്രവർത്തനങ്ങളിലുമൊക്കെ ഏർപ്പെടുവാനായിട്ടൊക്കെ സഹായം ഉണ്ടായിരുന്നു. ആ സാഹചര്യങ്ങളെല്ലാം ക്രമേണ ഒരു ദൈവവിളിയിലേക്ക് എന്നെ നയിക്കുകയാണ് ഉണ്ടായത്. ദൈവവിളിയെക്കുറിച്ച് ചിന്തിച്ചപ്പോഴത്തേക്കും ഉണ്ടായിരുന്ന ഒരു നല്ല ജോലിയിൽ നിന്ന് വളരെ റിസ്ക് എടുത്തിട്ടുള്ളൊരു തീരുമാനത്തിലേക്ക് എടുത്തു ചാടണോ എന്ന് പലരും എന്നോട് ചോദിച്ചിരുന്നു. പക്ഷേ എൻ്റെ ഡെസ്റ്റിനേഷനേക്കാളും കൂടുതൽ ഒപ്പം നടക്കുന്ന ക്രിസ്തു ആണെന്നുള്ളൊരു ബോധ്യമാണ് എന്നെ മുന്നോട്ട് നയിച്ചത്. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് വന്നെത്തിയത്. പതിനഞ്ച് വർഷക്കാലം കൽക്കട്ടയിലെ മൾട്ടിനാഷണൽ ബാങ്ക്സിൽ ഉദ്യോഗസ്ഥൻ, 17 ദിവസക്കാലം ആത്മഹത്യ ചെയ്യുവാൻ ധൈര്യം തേടി അലഞ്ഞ യുവാവ്, പാളത്തിലേക്ക് ചാടിച്ചാകുവാൻ ഒരുങ്ങിയപ്പോൾ ഐ ഹാവ് എ പ്ലാൻ ഫോർ യു എന്ന ദൈവത്തിൻ്റെ വിളിക്ക് പ്രത്യുത്തരമേകിയ ഒരു വൈദിക വിദ്യാർത്ഥിയെ നമുക്ക് പരിചയപ്പെടാം. Myself, Brother Amit. I have been staying this in Papal Seminary for last 4 years. This is my first year philosophy. I'm a first year philosophy student. ഞാൻ പേപ്പൽ സെമിനാരിയിൽ 4ാം വർഷമാണ്. ഇവിടെ വരുന്നതിന് മുമ്പുള്ള ജീവിതത്തിൽ ഞാനും കുടുംബാംഗങ്ങളും അക്രൈസ്തവരായിരുന്നു. ഞാൻ കൽക്കട്ടയിലാണ് ജനിച്ചു വളർന്നത്. ബാങ്കിംഗ് രംഗത്തായിരുന്നു കഴിഞ്ഞ 10 വർഷങ്ങളിലായി പ്രവർത്തിച്ചിരുന്നത്. ഒരു ദിവസം ചില യാഥാർത്ഥ്യങ്ങൾ ഞാൻ തിരിച്ചറിഞ്ഞു. കടുത്ത നിരാശയിൽ നിബദിച്ചു. ഞാൻ ഡിപ്രഷനിൽ വീണു കഴിഞ്ഞപ്പോൾ എനിക്ക് എവിടെയും സമാധാനം കണ്ടെത്താൻ കഴിഞ്ഞില്ല. Really in a depression mode. I don't know what to do. I was completely disturbed because I had a troublesome childhood. ചെറുപ്പകാലം മുതൽ എൻ്റെ ജീവിതത്തിൽ കുറേ പ്രശ്നങ്ങളുണ്ടായിരുന്നു. എൻ്റെ പിതാവ് മറ്റൊരിടത്തായിരുന്നു. ഞാൻ ഒറ്റയ്ക്കാണ് വളർന്നത്. ഒറ്റയ്ക്ക് താമസിച്ചു. പിന്നീട് പണം സമ്പാദിക്കാൻ തുടങ്ങിയപ്പോൾ സ്വന്തം കാര്യങ്ങൾ മാത്രം നോക്കി ജീവിച്ചു. എനിക്ക് ചില ബന്ധങ്ങളുണ്ടായി. എന്നാൽ പിന്നീട് എല്ലാം തകർന്നു. ആ സമയത്താണ് എനിക്ക് കടുത്ത നിരാശ തോന്നിയത്. എനിക്ക് ജീവിതത്തിൽ ഇനി ഒന്നും ചെയ്യാനില്ല എന്ന് തോന്നി. അത് ജീവിതത്തിന്റെ അവസാനമായി അനുഭവപ്പെട്ടു. ലക്ഷ്യങ്ങളോ പ്രതീക്ഷകളോ ഒന്നും തന്നെ മനസ്സിൽ അവശേഷിച്ചില്ല. ധരിച്ചിരുന്ന വസ്ത്രം മാത്രമെടുത്ത് ഞാൻ വീട് വിട്ടിറങ്ങി. പണമൊന്നും കയ്യിലുണ്ടായിരുന്നില്ല. ആത്മഹത്യ ചെയ്യാനാണ് ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. ഞാൻ സിയൽദ എന്ന റെയിൽവേ സ്റ്റേഷനിലെത്തി ട്രെയിൻ കയറി. തുടർന്നുള്ള 17 ദിവസങ്ങൾ ട്രെയിനുകളിലും റെയിൽവേ സ്റ്റേഷനുകളിലുമായി ജീവിച്ചു. ആ ദിവസങ്ങളിലെല്ലാം ആത്മഹത്യ ചെയ്യാനുള്ള ധൈര്യം സംഭരിക്കുകയായിരുന്നു ഞാൻ. അങ്ങനെ ഞാൻ ആ ദിവസം അത്രയും പണവും ഭക്ഷണവുമില്ലാതെ ചുറ്റിക്കറങ്ങി നടന്നു. ഒടുവിൽ ഞാനൊരു ചെറിയ റെയിൽവേ സ്റ്റേഷൻ കണ്ടെത്തി. ജലാൽ ഖലി എന്നായിരുന്നു അതിൻ്റെ പേര്. ഡിവൈൻ ലവ് എന്ന ഒരു പ്രാർത്ഥനാ കേന്ദ്രം അവിടെ ഉണ്ടായിരുന്നു. ആദ്യമായാണ് ഞാൻ ആ സ്റ്റേഷനിലെത്തുന്നത്. ആ പരിസരത്തെങ്ങും ആരുമുണ്ടായിരുന്നില്ല. ആത്മഹത്യ ചെയ്യാൻ പറ്റിയ സ്ഥലം. ഒരു ട്രെയിൻ വരുന്നതും കാത്ത് ഞാനിരുന്നു. കുറെ നേരം കഴിഞ്ഞപ്പോൾ ട്രെയിൻ വന്നു. ഒരു യാചകനെ പോലെ നടന്നിരുന്ന ഞാൻ ആ ട്രെയിനിന് മുന്നിലേക്ക് ചാടാൻ തയ്യാറെടുത്തു. എന്നെ തടയാൻ അവിടെ ആരും ഉണ്ടായിരുന്നില്ല. I lost every hope of my life. I thought that's the only way to escape from this situation. I was waiting there, and suddenly the train was coming. And I thought this is a perfect time to jump because there is no one in the station that anyone can stop me from doing this. So that the train was coming. I was about to jump from the train and suddenly my eyes got dark. I couldn't see anything. And suddenly I thought, when I looked back, I saw in the Divine there is a big photograph of Jesus. Big poster was there. And someone is calling me, "Come, I need you." But I don't know who's that, from what sound it came. I have no idea how it came. Then I started walking. I got complete blackout of my mind. And then I started walking from there. I don't know where I am going. We said I'm going because it's a very new place to me. I have never been that place before. I don't know any ways how to reach there. I just started walking. I was blank. I didn't say anything. I just started walking. And when I come to my sense, I found myself in a church. ഓർമ്മ തിരികെ കിട്ടിയപ്പോൾ ഞാനൊരു ദേവാലയത്തിനുള്ളിലാണെന്ന് മനസ്സിലായി. അതൊരു ധ്യാനകേന്ദ്രമായിരുന്നു. ഒരു സിസ്റ്റർ വന്ന് ഞാൻ ആരാണെന്നും എന്താണ് ഇവിടെയെന്നും ചോദിച്ചു. എനിക്ക് ഒന്നും അറിയില്ലെന്നും എങ്ങനെയാണ് ഇവിടെ എത്തിയതെന്ന് മനസ്സിലാകുന്നില്ലെന്നും ഞാൻ പറഞ്ഞു.
എന്താണ് വേണ്ടതെന്ന് സിസ്റ്റർ ചോദിച്ചു. എനിക്കൊന്നും വേണ്ടെന്ന് ഞാൻ പറഞ്ഞു. എന്നാൽ എനിക്ക് നന്നായി വിശക്കുന്നുണ്ടായിരുന്നു. ഇരിക്കൂ, അച്ഛനെ വിളിക്കാമെന്ന് സിസ്റ്റർ പറഞ്ഞു. സാധാരണ ഈ സമയത്ത് അച്ഛൻ ഉണ്ടാവാറില്ലെന്നും ഇന്ന് അദ്ദേഹം ഇവിടെ ഉള്ളത് എൻ്റെ ഭാഗ്യം കൊണ്ടാണെന്നും സിസ്റ്റർ പറഞ്ഞു. Sister replied to me that that was the morning time 10:30, and normally that time father doesn't stay there. He just go out that time. But luckily that day father was there, and sister said that you are lucky that father is there. You just wait for some time, father will come. Then I said okay. Then I was waiting, and he told me to go to the അച്ഛൻ വരുന്നതുവരെ എന്നോടൊരു ചെറിയ ചാപ്പലിൽ ചെന്ന് ഇരിക്കുവാൻ സിസ്റ്റർ ആവശ്യപ്പെട്ടു. അവർ എനിക്കൊരു പുസ്തകം തന്നു. അതൊരു ബൈബിൾ ആയിരുന്നു. അതിനു മുമ്പ് ബൈബിൾ എന്താണെന്ന് എനിക്കറിയില്ലായിരുന്നു. വിശന്നിരിക്കുന്ന എനിക്ക് ബൈബിൾ കൊണ്ട് എന്താണ് പ്രയോജനമെന്ന് ഞാൻ ചിന്തിച്ചു. സമയം കളയുവാനായി ഞാൻ ബൈബിൾ തുറന്നു. ആദ്യം കണ്ട വാചകമാണ് എന്നെ മാറ്റിമറിച്ചത്. എനിക്ക് നിന്നെക്കുറിച്ചൊരു പദ്ധതിയുണ്ട് എന്നായിരുന്നു അത്. The first verse I come to know that I just opened up the Bible. I just opened the book, and the first line I read from the Bible was, "I have a plan for you." And that particular word consoled me a lot. I don't know. ആ വാചകം എന്നെ ഏറെ സാന്ത്വനിപ്പിച്ചു. എൻ്റെ വിശപ്പും ക്ഷീണവുമെല്ലാം പോയി. 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ അച്ഛൻ വന്നു. അദ്ദേഹം ഒരു വിൻസെൻഷ്യൻ വൈദികനായിരുന്നു. ഞാൻ അവിടെ ചെല്ലുമെന്ന് അദ്ദേഹത്തിന് ഒരു സന്ദേശം ലഭിച്ചിരുന്നുവെന്നും എന്നെക്കുറിച്ച് ഒന്നും പറയേണ്ടതില്ലെന്നും അദ്ദേഹം പറഞ്ഞു. മറ്റൊരു വിശ്വാസ പശ്ചാത്തലത്തിൽ ജനിച്ചു വളർന്ന എനിക്ക് ക്രിസ്തുമത വിശ്വാസങ്ങൾ കള്ളത്തരമാണെന്ന ധാരണയായിരുന്നു ഉണ്ടായിരുന്നത്. എന്നാൽ ക്രൈസ്തവ വിശ്വാസങ്ങളുടെ സത്യം ആ നിമിഷങ്ങളിൽ എനിക്ക് ബോധ്യമായി. I don't believe all those things that time. I fall, it's all shitting. He's telling all lies. But later on I come to know it was true. And then he sent me to that MC house. I stayed there for some time. അദ്ദേഹത്തിന്റെ നിർദ്ദേശപ്രകാരം ഞാൻ കുറെ നാളത്തേക്ക് മിഷണറീസ് ഓഫ് ചാരിറ്റി ഭവനത്തിൽ പോയി താമസിച്ചു. ഒരു വോളണ്ടിയറായി ഞാൻ അവിടെ സേവനം ചെയ്തിരുന്ന കാലത്ത് തെരുവിൽ നിന്നുള്ളവരെയും യഥാർത്ഥത്തിൽ തകർന്നവരെയും ദുരിതത്തിലകപ്പെട്ടവരെയും ഞാൻ കണ്ടു. മാലാഖമാരെ പോലുള്ള സിസ്റ്റേഴ്സ് അവിടെയുണ്ടായിരുന്നു. ദൈവസ്നേഹത്തെക്കുറിച്ചും ജീവിത ലക്ഷ്യങ്ങളെക്കുറിച്ചും അവർ എന്നോട് സംസാരിച്ചു. അവിടെ ചെന്നതിന് ശേഷം ക്രിസ്തുവിൽ ഞാൻ കൂടുതൽ ആകൃഷ്ടനായി. മാമോദീസ സ്വീകരിക്കുവാൻ ഞാൻ ആഗ്രഹിച്ചു. മാമോദീസയ്ക്ക് ശേഷവും MC സിസ്റ്റർമാരും വൈദികരും എനിക്ക് ചുറ്റുമുണ്ടായിരുന്നു. അവർ എൻ്റെ ജീവിതത്തിൽ ആത്മീയമായ വലിയ മാറ്റങ്ങൾക്ക് കാരണമായി. മാമോദീസയ്ക്ക് ശേഷം ഞാൻ ഒരുപാട് സമയം പ്രാർത്ഥനയിൽ ചെലവഴിച്ചു. എൻ്റെ ജീവിത ലക്ഷ്യം വെളിപ്പെടുത്തപ്പെട്ട് കിട്ടുവാൻ ഞാൻ ശ്രമിച്ചുകൊണ്ടിരുന്നു. ഞാൻ ഡിവൈനിൽ ബൈബിൾ കോളേജിൽ 1.5 വർഷത്തോളം ചെലവഴിച്ചു. അക്കാലത്ത് ജീവിതത്തെക്കുറിച്ച് എനിക്ക് വ്യക്തമായൊരു ധാരണ ലഭിച്ചു. പിന്നീട് പോയി ബിഷപ്പിനെ കണ്ടു. ഈ ജീവിതത്തിലേക്ക് എന്നെ നയിച്ച അദ്ദേഹത്തിന് നന്ദി. ഇന്ന് ഞാൻ സെമിനാരിയിലാണ്. വൈകിയാണ് ഇവിടെ എത്തിയതെങ്കിലും ഞാൻ സംതൃപ്തനാണ്. ദൈവസ്നേഹത്തെക്കുറിച്ചും നിരുപാധികമായി സ്നേഹിക്കുന്ന സ്വർഗസ്ഥനായ പിതാവിനെക്കുറിച്ചും മനസ്സിലാക്കാൻ കഴിഞ്ഞതിൽ സന്തോഷവാനാണ്. വല്യമ്മച്ചിയായ പള്ളിയിലമ്മയുടെ കരം പിടിച്ച് ദിവസവും പള്ളിയിൽ പോയി കുർബാന കണ്ട കുഞ്ഞു ബാലൻ, കാപ്പയ്ക്കുള്ളിലെ കത്തനാരെ കണ്ട് കർത്താവിനോട് കമ്പം തോന്നിയ ആ ബാലൻ, അധ്യാപകനിൽ നിന്ന് അപ്പമാകുവാൻ വിളി ലഭിച്ചവൻ ഇതാ നമ്മുടെ മുൻപിൽ. എൻ്റെ പേര് ജിബിൻ പെരുമാകുന്നേൽ. പാലാരൂപതയിൽ ഉരുളികുന്നം ഇടവാംഗം. ഒരു വൈദികനാകുക എന്നുള്ളത് എൻ്റെ ബാല്യകാലം മുതലുള്ള ഒരു സ്വപ്നമായിരുന്നു. ഈ സ്വപ്നം രൂപപ്പെടാനായിട്ട് പല കാരണങ്ങൾ എൻ്റെ ജീവിതത്തിലുണ്ട്. കുഞ്ഞുനാൾ മുതൽ ഞാൻ കണ്ടു വളർന്നത് എൻ്റെ അമ്മയുടെ അമ്മയാണ്. സ്നേഹപൂർവ്വം ഞങ്ങൾ ആ അമ്മയെ പള്ളിയിലമ്മ എന്നാണ് വിളിച്ചുകൊണ്ടിരുന്നത്. ആ വാക്കിൽ തന്നെ അർത്ഥമുണ്ട്. പള്ളിയിലമ്മ എന്ന് പറഞ്ഞാൽ പള്ളിയുടെ അമ്മ. എന്തായിരിക്കാം അമ്മയെ ഞങ്ങൾ അങ്ങനെ വിളിച്ചിരുന്നത്? കാരണം എല്ലാ ദിവസവും അനുദിന ബലിയിൽ ആ അമ്മ പങ്കെടുത്തിരുന്നു. ആ അമ്മയുടെ കൈയും പിടിച്ച് ഞാൻ എന്നും പള്ളിയിൽ പോയിരുന്നു. ആ പള്ളിയിൽ പോയിരുന്ന അവസരത്ത് സിറോ മലബാർ സഭയുടെ അതിഭംഗിയുള്ള ആ കാപ്പയാണ് എൻ്റെ ദൈവവിളിയുടെ ഏറ്റവും അടിസ്ഥാനപരമായ കാര്യം. ആ
അവിടെ നിന്ന് തുടങ്ങിയ ആ വലിയൊരു ആഗ്രഹം എൻ്റെ മനസ്സിൽ എന്നും കത്തി ജ്വലിച്ചുകൊണ്ടിരുന്നു. ഈ ആഗ്രഹത്തെ ഞാൻ അത് വളർത്തിക്കൊണ്ടും ഇരുന്നു. കാലങ്ങൾ കടന്നുപോയി. 10ാം ക്ലാസ് പരീക്ഷ ഞാൻ എഴുതി. ആ സമയത്ത് എൻ്റെ ഈ വലിയ ആഗ്രഹം ഞാൻ എൻ്റെ മാതാപിതാക്കളെ അറിയിച്ചു. എന്നാൽ അമ്മയ്ക്ക് അതീവ സന്തോഷമായിരുന്നു എൻ്റെ ഈ ആഗ്രഹത്തെ കേട്ടപ്പോൾ. മറിച്ച് എൻ്റെ പിതാവിന് അതത്ര സ്വീകാര്യമായിരുന്നില്ല. കാരണം പിതാവിനെ നമുക്ക് കുറ്റം പറയാനായിട്ട് സാധിക്കില്ല. കാരണം ഞങ്ങൾ 2 മക്കളാണ്. ഞാൻ മൂത്ത മകൻ, എനിക്ക് ഇളയത് ഒരു അനിയത്തി. ആ പിതാവിൻ്റെ മനസ്സിൽ അനേകം സ്വപ്നങ്ങളുണ്ടായിരുന്നു. കാരണം എൻ്റെ കാലശേഷം അല്ലെങ്കിൽ കുടുംബത്തെ നോക്കേണ്ട ആൾ, എന്നെ നോക്കേണ്ട ആൾ, അയാളെ എങ്ങനെയാണ് ഒരു വൈദിക വൃത്തിക്കായിട്ട് പറഞ്ഞു വിടുക? അതായിരിക്കാം ആ പിതാവിൻ്റെ മനസ്സിൽ അന്നുണ്ടായിരുന്നത്. പക്ഷേ എൻ്റെ ആഗ്രഹത്തെ സപ്പോർട്ട് ചെയ്തു ഒരു പരിധിവരെ. അങ്ങനെ ഞാൻ എൻ്റെ സെമിനാരി ജീവിതം ആരംഭിക്കുകയാണ്. അങ്ങനെ പരിശീലനത്തിൻ്റെ ആദ്യ 3 വർഷങ്ങൾ കടന്നുപോയി. ആ സമയത്ത് എൻ്റെ അധികാരികൾ എന്നോട് പറഞ്ഞു, ദൈവങ്ങളെക്കുറിച്ച് ചിന്തിക്കുകയോ ഡിഗ്രി പഠിക്കുകയോ ഒക്കെ ചെയ്യാം, ഒന്നുകൂടെ ചെയ്യാം. എന്നാൽ പിതാവ് അധികം സപ്പോർട്ട് ചെയ്യാത്തത് കൊണ്ട് ഞാൻ വീട്ടിലേക്ക് മടങ്ങിപ്പോന്നു. തുടർന്ന് ഞാൻ എൻ്റെ ഡിഗ്രി പഠനം ആരംഭിച്ചു. പക്ഷേ എന്നും എൻ്റെ മനസ്സിൽ ഈ ആഗ്രഹം കത്തി ജ്വലിച്ചുകൊണ്ടിരുന്നു. എനിക്ക് യഥാർത്ഥ ദൈവവിളി ഉണ്ടോ എന്ന് പലപ്പോഴും ഞാൻ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടുമിരുന്നു. ജെറമിയ പ്രവാചകൻ്റെ പുസ്തകം 1-ാം അധ്യായം 5-ാം വാക്യം എന്നും എനിക്ക് ഒരു ശക്തി കേന്ദ്രമായിരുന്നു. കാരണം അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുമ്പേ നിന്നെ ഞാൻ അറിഞ്ഞു, നിന്നെ ഞാൻ വിശുദ്ധീകരിച്ചു. ഈ 2 സെൻറ്റൻസുകൾ എൻ്റെ ജീവിതത്തിൽ എന്നും ആളിക്കത്തുന്നുണ്ടായിരുന്നു. അങ്ങനെ ഡിഗ്രി പഠനം ഞാൻ വിജയകരമായി പൂർത്തിയാക്കി. സെമിനാരിയിൽ ചേരണമെന്ന് ഞാനിങ്ങനെ ശക്തമായി ആഗ്രഹിച്ചു കൊണ്ടിരുന്നു. എന്നാൽ ഇടത്തരം കുടുംബത്തിൽ ജനിച്ച എനിക്ക് കുടുംബത്തെക്കുറിച്ചുള്ള ആകുലതകളും കൂടിക്കൊണ്ടിരുന്നു. അങ്ങനെ എന്തെങ്കിലുമൊക്കെ വീട്ടിന് വേണ്ടി ചെയ്യണമെന്ന് ഞാൻ ആഗ്രഹിച്ചു. അങ്ങനെ ഞാൻ BEd പൂർത്തിയാക്കി. BEd പൂർത്തിയാക്കിയതിന് ശേഷം ഞാൻ കാഞ്ഞിരപ്പള്ളി രൂപതയുടെ ഒരു സ്കൂളിൽ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ ഞാൻ അധ്യാപകനായിട്ട് ചേർന്നു. അവിടെ 5 വർഷക്കാലം ഞാൻ പഠിപ്പിച്ചു. വൈദികരോടുള്ള അടുപ്പവും വിശുദ്ധ കുർബാനയിലുള്ള സജീവമായ എന്നുമുള്ള പങ്കാളിത്തവും എന്നെ ദൈവവിളിയോട് കൂടുതൽ അടുപ്പിച്ചുകൊണ്ടിരുന്നു. 5 വർഷത്തെ അധ്യാപനത്തിന് ശേഷം ഞാൻ 2 വർഷക്കാലം പാലാ ബ്രില്യൻ്റ് സ്റ്റഡി സെൻറ്ററിൽ അധ്യാപകനായി സേവനം ചെയ്തു. ഈ കാലയളവിലെല്ലാം ഒരു വൈദികനാകണമെന്ന് മാത്രമാണ് ഞാൻ ചിന്തിച്ചത്. ഒരിക്കലും ഞാൻ മാറി ചിന്തിച്ചിരുന്നില്ല. അങ്ങനെ വട്ടായലേശുവിൻ്റെ ധ്യാനം കൂടി സമയത്ത് കൂടുതൽ ദൈവവിളിയെക്കുറിച്ച് ആഴപ്പെടുവാനുള്ള അവസരമുണ്ടായി. അങ്ങനെ 2017 ശാന്ത രൂപതാധ്യക്ഷൻ മാർ എഫ്രേം നരികുളം പിതാവ് എന്നെ രൂപതയിലേക്ക് വിളിച്ചു. അങ്ങനെ ഞാൻ 2017 ശാന്ത രൂപതയിൽ ചേർന്നു. ഈ കാലയളവിലെല്ലാം ദൈവം എന്നെ കൂടുതൽ ശക്തിപ്പെടുത്തുന്നുള്ള ചിന്തകളായിരുന്നു എൻ്റെ മനസ്സ് മുഴുവൻ. ദൈവം എന്നെ അനന്തമായി സ്നേഹിക്കുന്നുണ്ട് എന്നായിരുന്നു എൻ്റെ വിശ്വാസം മുഴുവനും. അതെൻ്റെ ജീവിതത്തിൽ പലപ്പോഴും അനർത്ഥമായിട്ടുണ്ട്. കാരണം ജീവിത സാഹചര്യങ്ങളെല്ലാം വീട്ടിലെ വർദ്ധിച്ചു, സാമ്പത്തിക ശേഷി വർദ്ധിച്ചു, സഹോദരിയുടെ വിവാഹം നല്ല രീതിയിൽ കഴിഞ്ഞു. ഇതെല്ലാം എൻ്റെ ജീവിതത്തിലെ ദൈവവിളിയുടെ അനുഗ്രഹങ്ങളായിട്ടാണ് ഞാൻ കരുതിയത്. ദൈവത്തിൻ്റെ വിളിക്ക് സ്ഥലമേതെന്നോ കാലമേതെന്നോ വ്യക്തി ഏതെന്നോ വ്യത്യാസമില്ല. സാമ്പത്തിക പത്രപ്രവർത്തന മേഖലയിൽ നിന്ന് ദൈവസ്നേഹത്തിൻ്റെ സുവിശേഷ പ്രവർത്തന മേഖലയിലേക്ക് വിളി ലഭിച്ച ഒരു വൈദിക വിദ്യാർത്ഥിയെ നമുക്ക് പരിചയപ്പെടാം. My name is Peter Norona. I belong to Sindhudurg Diocese, which is situated close to Pune. It is in Maharashtra itself. My vocation story... എൻ്റെ ദൈവവിളിയുടെ കഥ അല്പം വ്യത്യസ്തമാണ്. സ്കൂൾ അല്ലെങ്കിൽ ഹയർ സെക്കൻഡറി കഴിഞ്ഞാണ് സാധാരണ വിദ്യാർത്ഥികൾ സെമിനാരിയിൽ ചേരുന്നത്. എൻ്റെ കാര്യത്തിൽ അങ്ങനെയായിരുന്നില്ല. സ്കൂൾ പഠനം കഴിഞ്ഞ് ഞാൻ കോളേജിൽ ചേർന്നു. പിന്നീട് ജോലിക്ക് കയറി. വീട്ടിലെ അവസ്ഥകളായിരുന്നു അതിന് കാരണം.
because I did my school studies and then I went on and did my graduation. And instead of joining for priesthood studies right away, I took up a job. And the reason behind it was my family situation back home. Since I'm the only son of my family, ഞാൻ വീട്ടിലെ ഏക മകനാണ്. പിതാവ് ചെറുപ്പത്തിൽ തന്നെ മരിച്ചു. അതിനാൽ അമ്മയാണ് എന്നെ വളർത്തിയത്. വീട്ടിലെ സാഹചര്യങ്ങൾ ഇപ്രകാരമായിരുന്നതിനാൽ ആഗ്രഹമുണ്ടായിരുന്നുവെങ്കിലും എനിക്ക് ചെറുപ്പത്തിൽ സെമിനാരിയിൽ ചേരുന്നതിനെക്കുറിച്ച് ചിന്തിക്കാനാകുമായിരുന്നില്ല. അങ്ങനെ ഞാൻ ഒരു മാധ്യമപ്രവർത്തകനായി ബോംബെയിൽ വർക്ക് ആരംഭിച്ചു. സാമ്പത്തിക മാധ്യമ പ്രവർത്തനത്തിലാണ് ഞാൻ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരുന്നത്. വീട്ടിലെ കാര്യങ്ങൾ ഏറെക്കുറെ ക്രമീകൃതമായ ശേഷമാണ് ഞാൻ സെമിനാരിയിൽ ചേരുന്നതിനെക്കുറിച്ച് ആലോചിച്ചത്. അതിനകം 10 വർഷം ഞാൻ ബോംബെയിൽ ജോലി ചെയ്തിരുന്നു. School years, and the reason behind it was that I happened to study in a ദൈവവിളിയോടുള്ള താല്പര്യം സ്കൂൾ പഠനകാലം മുതൽ എൻ്റെ ഉള്ളിലുണ്ടായിരുന്നു. ഗോവയിലെ സലേഷ്യൻ സ്കൂളിലാണ് ഞാൻ പഠിച്ചിരുന്നത് എന്നതിനാലായിരുന്നു അത്. അവിടെ ഉണ്ടായിരുന്ന വൈദികർ പൗരോഹിത്യത്തെക്കുറിച്ചും ദൈവസ്നേഹത്തെക്കുറിച്ചുമെല്ലാം സംസാരിച്ചിരുന്നു. അത് എന്നും എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. So I always had that behind the back of my mind. I also had some inspirational priests. ഇത്തരത്തിൽ എനിക്ക് പ്രചോദനം പകർന്ന ചില വൈദികർ സ്കൂളിലും ഇടവകയിലും ഉണ്ടായിരുന്നു. അതെല്ലാം കൊണ്ട് എനിക്ക് സെമിനാരിയിൽ ചേരുവാൻ ആഗ്രഹമുണ്ടായിരുന്നുവെങ്കിലും അതിന് സാധിച്ചത് കുറെ കഴിഞ്ഞാണ്. ഇന്ന് ഞാൻ ഫിലോസഫി പഠിക്കുന്നു. And I'm doing my philosophy as of now. And I would appeal to the youth. യുവജനങ്ങളോടും ഇത് കാണുന്നവരോടും എനിക്ക് ഒരഭ്യർത്ഥനയുണ്ട്. ജീവിതത്തിനും ജീവിത സാഹചര്യങ്ങൾക്കും ആയിരിക്കുന്ന ഇടങ്ങൾക്കും അതീതമായ ഒരു തുറവി ദൈവസ്വരം ശ്രവിക്കുന്നതിനായി ഉണ്ടായിരിക്കുക. ഒരുപക്ഷെ നിങ്ങൾ വിദ്യാർത്ഥികളായിരിക്കാം, ജോലിക്കാരായിരിക്കാം, മറ്റെന്തെങ്കിലും ആയിരിക്കാം. എല്ലായ്പ്പോഴും ദൈവവിളിയോട് തുറന്ന മനസ്സോടെ പ്രതികരിക്കുന്നവരാവുക. അപൂർണമായ ജീവിതത്തിൽ നിന്ന് പൂർണ്ണമായ ജീവിതം കണ്ടെത്തിയവൻ. വേളാങ്കണ്ണി മാതാവിലൂടെ യേശുവിൻ്റെ ഇഷ്ടം തിരിച്ചറിഞ്ഞവൻ. ഒരു സെമിനാരിക്കാരനെ നമുക്ക് പരിചയപ്പെടാം. നമസ്കാരം, ഞാൻ ലിനോയ് ജോസ് തരകൻ. ഇപ്പോൾ പൂനെയിൽ സെക്കൻഡ് ഇയർ BTH പഠിച്ചുകൊണ്ടിരിക്കുന്നു. ഞാൻ ജോയിൻ ചെയ്തപ്പോൾ 32ാമത്തെ വയസ്സിലാണ് ജോയിൻ ചെയ്തത്. ജോയിൻ ചെയ്യുന്നതിന് മുന്നേ 10-12 വർഷം ജോലി ചെയ്ത് അതിൽ അത്രയും സാറ്റിസ്ഫാക്ഷനും കിട്ടാറില്ല. ദൈവാനുഗ്രഹിച്ച് നല്ലൊരു ജോലിയായിരുന്നു, നല്ല ശമ്പളവും എല്ലാ കാര്യങ്ങളും ആയിട്ടുള്ള ജോലിയായിരുന്നു. പക്ഷേ അതിലുള്ള സാറ്റിസ്ഫാക്ഷൻ വാസ് നോട്ട് കംപ്ലീറ്റ്. ആ എംപ്റ്റിനെസ് കംപ്ലീറ്റ് ആയത് ജോയിൻ ചെയ്ത് കഴിഞ്ഞിട്ടാണ്. ജോയിൻ ചെയ്യുന്നതിന് മുന്നത്തെ ലൈഫ് സ്റ്റൈൽ, ലക്ഷറിയസ് ലൈഫ് സ്റ്റൈലും എല്ലാതും ഉണ്ടായിരുന്നു. ദൈവാനുഗ്രഹിച്ച് ഒരു കാര്യത്തിൻ്റെയും കുറവുണ്ടായിരുന്നില്ല. പക്ഷേ ഇന്ന് ജോയിൻ ചെയ്ത് കഴിഞ്ഞിട്ട് എൻ്റെ അനുഭവം വ്യത്യസ്തമാണ്. ഇന്നത്തെ മറ്റീരിയലിസ്റ്റിക് കാര്യങ്ങളില്ലെങ്കിലും മനസ്സിലുള്ള സമാധാനവും ദൈവത്തിനുള്ള പ്രീതിയായിട്ട് ജീവിച്ചു പോകാനുള്ള സംഘർഷം എല്ലാത്തിലും ഉള്ള ഒരു സമാധാനം മാക്സിമമാണ്. അതുമാത്രം മതി നമുക്ക് ജീവിച്ചു പോകാൻ എന്നുള്ള വിശ്വാസത്തിൽ ഞാൻ പറയണു എൻ്റെ ചോയ്സ് ശരിയായിരുന്നു എന്നത്. 32ാമത്തെ വയസ്സിൽ ഈ നിർണയത്തിൽ എത്തണതിന് മുന്നേ പ്രശ്നങ്ങൾ പലതുണ്ടായിരുന്നു. ഒരു മോൻ മാത്രമായതുകൊണ്ട് കാരണന്മാരാരും നോക്കും, വീടിൻ്റെ കാര്യങ്ങൾ എങ്ങനെ നടന്നു പോവും, ആ പ്രശ്നങ്ങൾ. പിന്നെ ദൈവവിളി സത്യത്തിൽ ഉണ്ടോ എന്നുള്ള പ്രശ്നവും ഉണ്ടായിരുന്നു. ആ തീരുമാനത്തിലെത്താൻ, ജോയിൻ ചെയ്യാനുള്ള തീരുമാനത്തിലെത്താൻ വേണ്ടിയിട്ട് ഞാൻ വേളാങ്കണ്ണിയിലേക്ക് പോയിട്ട് ഒരു 4-5 ദിവസം അവിടെ താമസിച്ച് സെൽഫ് ഗൈഡഡ് റിട്രീറ്റ് പോലെ ഒരു മെഡിറ്റേഷൻ പ്രോസസ്സിൽ കൂടി പോയി. അന്നത്തെ ആ യെസ് ഇതുവരെ നോ ആയിട്ടില്ല. സംശയം ഉണ്ടായിട്ടുണ്ട്, പക്ഷേ തീർച്ചയായും ഉത്തരങ്ങളും കിട്ടിയിട്ടുണ്ട്. ദൈവാനുഗ്രഹത്തോടെ അന്നത്തെ യെസ് ഇന്നുവരെ യെസ്സായി കണ്ടിന്യൂ ചെയ്യും. ശാന്തതയില്ലാത്ത ജീവിതത്തിൽ
ശാന്തി തേടി അലഞ്ഞ ഒരു യുവാവ്. ജീവിതത്തിലെ ക്ലേശങ്ങളെ ദൈവവിശ്വാസത്തിലൂടെ ഇല്ലായ്മ ചെയ്ത് അവനിലേക്ക് ആകർഷിക്കപ്പെട്ടവൻ. ഒരു സെമിനാരിക്കാരനെ നമുക്ക് കാണാം. My name is Brother Santan Fernandez and I'm from the Archdiocese of Bombay. This is ഞാൻ ആർച്ച് ഡയസിസ് ഓഫ് ബോംബെയിൽ നിന്നാണ്. ക്രിസ്തുവിനെ പിന്തുടർന്ന് സെമിനാരിയിൽ ഇതെൻ്റെ 4ാം വർഷമാണ്. 2014 പൗരോഹിത്യത്തിലേക്കുള്ള എൻ്റെ വിളി ഞാൻ തിരിച്ചറിഞ്ഞത്. അതിനു മുമ്പ് ഞാൻ BSc ഇൻഫർമേഷൻ ടെക്നോളജിയിൽ ഗ്രാജുവേഷൻ ചെയ്തു. 8 വർഷം വിവിധ മൾട്ടിനാഷണൽ കമ്പനികളിൽ വർക്ക് ചെയ്തു. In the year 2014, I had gone for a retreat. 2014 ഞാൻ ഒരു ധ്യാനത്തിൽ പങ്കെടുത്തു. അവിടെ എനിക്ക് വ്യക്തമായൊരു ദൈവാനുഭവമുണ്ടായി. എൻ്റെ ഉള്ളിൽ ഒരു വലിയ സംഘർഷം ദൈവവുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരുന്നു. And it is then when the Bible quote of John 14:1 തുടർന്ന് എനിക്കൊരു വചനഭാഗം ലഭിച്ചു. യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം 1-ാം വാക്യം, നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകേണ്ട, ദൈവത്തിൽ വിശ്വസിക്കുവിൻ, എന്നിലും വിശ്വസിക്കുവിൻ. ആ ധ്യാനം കഴിഞ്ഞ് ഏകദേശം 9 മാസത്തോളം എടുത്ത് ഞാൻ ചിന്തിച്ചു, പൗരോഹിത്യമാണോ ദൈവം എന്നിൽ നിന്ന് ആഗ്രഹിക്കുന്നതെന്ന്. അപ്പോൾ എനിക്ക് 28 വയസ്സുണ്ടായിരുന്നു. ചില വിവാഹാലോചനകൾ കുടുംബാംഗങ്ങൾക്കിടയിൽ ചർച്ച ചെയ്യപ്പെട്ടിരുന്നു. 2015 ദൈവവിളി ഞായർ ഞാൻ ഓർമ്മിക്കുന്നു. അന്നാണ് വൈദികനാകാനുള്ള ആഗ്രഹം ഞാൻ ഉറപ്പിക്കുന്നത്. അത് മറ്റൊരു ധ്യാനാവസരമായിരുന്നു. ആ ധ്യാനത്തിലാണ് ഞാൻ സെമിനാരിയിൽ ചേരുവാൻ അന്തിമ തീരുമാനം കൈക്കൊള്ളുന്നത്. തുടർന്ന് ഞാൻ ബിഷപ്പിനെ പോയി കണ്ടു. ഗോരേഗാവിലെ പയസ്റ്റന്റ് സെമിനാരിയുടെ റക്ടർ കൂടിയായിരുന്നു അദ്ദേഹം. അങ്ങനെ ഞാൻ സെമിനാരിയിൽ ചേർന്നു. ഫ്രാൻസിസ് ബേക്കൺ പറയുന്നു, ഇഫ് എ മാൻ ബിഗിൻസ് വിത്ത് സർട്ടനിറ്റീസ് ഹി ഷാൽ എൻഡ് ഇൻ ഡൗട്ട്സ്. ഇഫ് എ മാൻ ബിഗിൻസ് വിത്ത് ഡൗട്ട്സ് ഹി ഷാൽ എൻഡ് ഇൻ സർട്ടനിറ്റീസ്. ഒരുപാട് ചോദ്യങ്ങളും സംശയങ്ങളും മനസ്സിലുയർത്തി വളരെ കൃത്യമായ അന്വേഷണം നടത്തി വളരെ വ്യക്തമായ ഉത്തരം കണ്ടെത്തി അവനെ അനുഗമിക്കുവാൻ സ്വന്തമായവയെല്ലാം ഉപേക്ഷിച്ച് ഇറങ്ങിപ്പുറപ്പെട്ടവരെയാണ് നാം കണ്ടതും കേട്ടതും അനുഭവിച്ചറിഞ്ഞതും. ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകുന്നുവെങ്കിലും നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പുതിയ എപ്പിസോഡിന് തുടക്കം കുറിക്കുവാൻ ഈ ദൈവവിളി അനുഭവങ്ങൾ സഹായിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. വിശ്വസിച്ചപ്പോൾ കർത്താവിൻ്റെ ദാസി കർത്താവിൻ്റെ അമ്മയായി. വന്യയും വൃദ്ധയുമായ എലിസബത്ത് ഒരു കുഞ്ഞിന് ജന്മം നൽകി. വിശ്വസിച്ച് അവനെ അനുഗമിച്ചാൽ ക്രിസ്തുവിൻ്റെ ഛായ പേറാൻ, മറ്റൊരു ക്രിസ്തുവായി അപരനിലേക്ക് പടരുവാൻ നിങ്ങൾക്കും സാധിക്കുമെന്ന് വിശ്വസിക്കുക. ആമേൻ.